സാധാരണക്കാരെ ആശങ്കയിലാക്കി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 200 രൂപ വർദ്ധിച്ച 63,440 രൂപയായി. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 7,930 രൂപയും 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 8,651 രൂപയുമായി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 1,600 രൂപയുടെ വർധനവാണ് സംഭവിച്ചത്. ഇന്നലെ ഒരു പവൻ സ്വർണത്തിന്റെ വില 63,240 രൂപയായിരുന്നു. ഈ മാസത്തെ ഏറ്റവും കുറവ് സ്വർണ്ണനിരക്ക് രേഖപ്പെടുത്തിയത് ഫെബ്രുവരി 3-നായിരുന്നു. അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 61,640 രൂപയായിരുന്നു. ജനുവരി 1-ന് ശേഷം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ 6,040 രൂപയുടെ വർധനവാണുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആഗോള സാമ്പത്തിക മേഖലയിലുണ്ടായ അനിശ്ചിതത്വമാണ് സുരക്ഷിത മേഖലയായ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിച്ചത്. വിലക്കയറ്റം രൂക്ഷമാക്കുന്ന ട്രംപിന്റെ നയങ്ങൾ ആഗോള മാന്ദ്യത്തിന് കാരണമാകുമെന്നും വിലയിരുത്തുന്നു. രൂപയുടെ മൂല്യമിടിവും സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടാക്കി. വിവിധ കേന്ദ്ര ബാങ്കുകളിൽ വിദേശ നാണയ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതും ഗുണമായി. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവിലയിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 1 ഗ്രാം വെള്ളിയുടെ വില 107 രൂപയും 1 കിലോഗ്രാം വെള്ളിയുടെ വില 1,07,000 രൂപയുമാണ്. അന്താരാഷ്ട്ര വിപണികൾക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും. നിലവിലെ ഉയർന്ന സ്വർണ്ണവില ലോൺ ടു വാല്യൂ അനുപാതം വായ്പയെടുക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് 75% വരെ സ്വർണ്ണ വായ്പ നൽകുന്നതിന് സാധിക്കും. വിപണിയിൽ സ്വർണത്തിന്റെ മൂല്യം കൂടുന്തോറും സ്വർണം ഈടായി സൂക്ഷിക്കുന്നതിലൂടെ കൂടുതൽ വായ്പയെടുക്കാൻ കഴിയും. സ്വർണ്ണ വായ്പകൾ ഉടനടിയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആകർഷകമായ വഴിയായി മാറുന്നതിന് ഈ ഘടകം സഹായിക്കുന്നു. തിരിച്ചടവ് പദ്ധതി, വായ്പയുടെ കാലാവധി തുടങ്ങിയ ഘട്ടങ്ങളെ ആശ്രയിച്ച പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും സ്വർണ്ണ വായ്പകൾക്ക് സാധാരണയായി മറ്റ് തരത്തിലുള്ള വായ്പകളേക്കാൾ കുറഞ്ഞ പലിശയാണ് ഈടാക്കുന്നത്. ഇതും സ്വർണ്ണ വായ്പകളോടുള്ള പ്രിയം കൂട്ടുന്നു. വിപുലമായ പേപ്പർ വർക്കുകൾ, ക്രെഡിറ്റ് പരിശോധനകൾ, ദൈർഘ്യമേറിയ അംഗീകാര പ്രക്രിയ എന്നിവ സ്വർണ്ണ വായ്പയ്ക്കില്ല. പെട്ടെന്നുള്ള സാമ്പത്തിക സഹായം സ്വർണ്ണ വായ്പകളെ ആകർഷകമാക്കി മാറ്റുന്നു. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് സ്വർണ്ണ വായ്പ ഉപയോഗപ്രദമാണ്. പരമ്പരാഗത വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ക്രെഡിറ്റ് പരിശോധന ആവശ്യമില്ല. പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യവും പരിശുദ്ധിയുമാണ് വായ്പ കൊടുക്കുന്നവർ പ്രാഥമികമായി ശ്രദ്ധിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും. പുതുവർഷത്തിലെ ആദ്യ ദിനമായ ജനുവരി 1-ന് 57,200 ആയിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. എന്നാൽ ജനുവരി 31 മാസം അവസാനിക്കുമ്പോൾ 61,840 എന്ന സർവകാല റെക്കോർഡിലേക്കാണ് പവന് വില കടന്നത്. 31 ദിവസം കൊണ്ട് 4,640 രൂപയാണ് ഒരു പവന് കൂടിയിരിക്കുന്നത്. അതായത് 1-ാം തീയതി സ്വർണം വാങ്ങിയാൽ 31-ാം തീയതി വിറ്റിരുന്നുവെങ്കിൽ 4,000 രൂപയിലേറെ ലാഭം കിട്ടുമായിരുന്നുവെന്ന് സാരം. ജനുവരി 9 മുതലാണ് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. ഈയിടയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് ജനുവരി 1-നായിരുന്നു. അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 57,200 രൂപയായിരുന്നു. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷമായി 1,700, 2,000 ഡോളറിൽ നിന്നും കാര്യമായി ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $2,050 ലെവലിൽ നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് $2,790 വരെ ഉയരുകയായിരുന്നു. ഏകദേശം 38% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.